നമ്മളൊരു വ്ളോഗൊന്നുമല്ല, ഒരു ചെറിയൊരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ അവിൽ മിൽക്കാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് അവിൽപ്പൊരി, അതേപോലെ എന്താ പറയുക ചെറുപഴം, പിന്നെ നമുക്ക് നട്ട്സുകൾ, അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും അതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു മിൽക്ക് നമ്മൊരു മിക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എന്താ പറയുക ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് നമ്മൾ പൊടി അതിലിട്ടിട്ട് കുറച്ച് വാനില പൗഡറും കൂടെ ഇട്ടിട്ട് ആ ഒരു മിൽക്കിൻ്റെ ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെറുപഴം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിപ്പോൾ കൈ കൊണ്ട് ഉടക്കുകയാണെങ്കിൽ അങ്ങനെ ഉടച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇത് നമ്മളിപ്പോൾ ഈ ഒരു മിക്സിയിലിട്ടിട്ട് അപ്പോൾ നല്ല ജ്യൂസ് പോലെ ആക്കാണ്ട് ക്രഷായിട്ട് കുറച്ച് ഇങ്ങനെ കിട്ടണം കേട്ടോ. നല്ല ജ്യൂസ് പോലെ ആക്കിയിട്ട് എടുക്കരുത്. നമ്മൾ മറ്റുള്ള ഇപ്പോൾ ഈ ഫലൂദ, അതേപോലെ പഴത്തിൻ്റെ ഫലൂദൊക്കെ ഉണ്ടാക്കും. ഞാൻ മുന്നേ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നല്ലപോലെ ഒന്നും നമ്മൾ മിക്സാക്കി എടുക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്താൽ കുറച്ച് ആ മിക്സ് പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് അടിച്ചെടുത്ത് കിട്ടാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ കിട്ടണം. നല്ല പോലായിട്ട് കിട്ടുകയും വേണ്ട. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പൊരിയുടെ ഉണ്ടല്ലോ, പൊരി അവിൽ എന്നാണ് പറയണത്. അവലും അല്ല പൊരിയല്ല, എന്നാൽ നമ്മൾ മലർ എന്ന് പറയില്ലേ, അതും അല്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ പാക്കറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു മിക്സ് അതിൽ കിട്ടിയതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്ന പാലും കൂടെ ഒഴിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിൽ അങ്ങനെ സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക ടൂട്ടി ഫ്രൂട്ടി, അതേപോലെ നട്ട്സ്, അങ്ങനത്തെ സംഭവം നമ്മൾ ഇവിടെ എടുത്തത്. നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇത്തിരി കുറേ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കളയരുത്. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ അതാ നമ്മളതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഞാൻ കോൺഫ്ലെക്സ് ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐസ്ക്രീം ഇടണം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഐസ്ക്രീം നമ്മൾ ഇതാണ് ബട്ടർ സ്കോച്ചിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വാനില അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതേപോലെ ബട്ടർ സ്കോച്ചൊക്കെ യൂസ് ചെയ്യണ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് റെഡിയായി. ഒരുപാട് കൊല്ലമായിട്ട് നമ്മളിത് കേട്ടിട്ട് ഞാൻ അതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങളൊരിക്കൽ പോയിട്ട് ഇപ്പോൾ അടുത്ത് കഴിച്ചപ്പോൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഈ അവിൽ മിൽക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.